ആകാശപാതയ്ക്ക് വേണ്ടിയുള്ള അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നീലേശ്വരത്തെ ജനകീയ സമരസമിതി ജൂലൈ 26-ന് നിരാഹാരം അനുഷ്ഠിക്കും. സമരത്തിന്റെ 126-ാം ദിനം മുൻനിർത്തിയാണ് സമൂഹ നിരാഹാരം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ദേശീയപാത 66-ന്റെ വികസന ഭാഗമായി നീലേശ്വരത്ത് നടപ്പിലാക്കുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെയും ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും അവഗണനയിൽ പ്രതിഷേധിച്ചും നീലേശ്വരം ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 126-ാം ദിനമായ ജൂലൈ 26-ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സമൂഹ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. മയ്യിച്ചയിലെയും പെരുമ്പയിലെയും കുപ്പത്തെയും മണ്ണിന്റെ ഘടന എംബാങ്ക്മെന്റ് നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്നും അത് സുരക്ഷാ ഭീഷണിയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് നിലവിലുള്ള റോഡ് പൊളിച്ചുമാറ്റി ആകാശപാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലേത് സമാനമായ ഭൗമശാസ്ത്രപരമായ ഘടനയും സാഹചര്യവും തന്നെയാണ് നീലേശ്വരത്തും നിലനിൽക്കുന്നത്. ഇവിടെ നടത്തിയ സോയിൽ ടെസ്റ്റിംഗ് ഡാറ്റ പ്രകാരം 15 മീറ്റർ ആഴത്തിൽ ഉറപ്പില്ലാത്ത കള്ളിമണ്ണിന്റെ സാന്നിധ്യമുണ്ട്. കൂറ്റൻ മൺതിട്ടയുടെയും അതിലൂടെ ഇടതടവില്ലാതെ കടന്നുപോകുന്ന ഭാരമേറിയ ചരക്ക് വാഹനങ്ങളുടെയും സമ്മർദ്ദം താങ്ങാൻ ഈ മൺതിട്ടയ്ക്ക് കഴിയില്ലെന്നത് വ്യക്തമാണ്. എന്നിട്ടും നീലേശ്വരത്ത് ഉയർത്തുന്ന മൺതിട്ട സ്കൂൾ കുട്ടികൾക്കും സാധാരണക്കാർക്കും സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും കെട്ടിട സമുച്ചയങ്ങൾക്കും വൻ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുക. ഒരു സ്ഥലത്ത് സുരക്ഷ മുൻനിർത്തി നിർമ്മാണ രീതി മാറ്റാൻ ഉത്തരവിട്ട NHAI നീലേശ്വരത്ത് ഇതേ അപകട സാധ്യത നിലനിൽക്കുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണെന്നും ഇത് NHAIയുടെ ഇരട്ടത്തപ്പാണ് വ്യക്തമാക്കുന്നതെന്നും ജനകീയ സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിലാണ് നീലേശ്വരത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനായി ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നതെന്നും ശാസ്ത്രീയമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവിടെയും ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന് തങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നതായും സമരസമിതി വ്യക്തമാക്കി. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നെ അതാണ്. മന്ത്രിയെ കണ്ടു, തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു നോ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ അപ്പം വീണ്ടും ഒരു കോടതിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ആകാശപാത വരാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ തീർച്ചയായും ആകാശപാത തന്നെയാണ് വേണ്ടത് എന്നതിനുള്ള അതിനെ കൂടി സാധൂകരിക്കുന്ന ഒരു കാര്യമാണ്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ശാസ്ത്രീയമായ പുനഃപരിശോധന നടത്തിയില്ലെങ്കിൽ സമരം ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ച് കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ഇതിന്റെ മുന്നോടിയായി 125-ാം ദിവസമായ ജൂലൈ 25-ന് വൈകിട്ട് 6 മണിക്ക് കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റ് വരെ വിളംബര ജാഥയും നടത്തും. കൂടാതെ സമരത്തിന്റെ 130-ാം ദിവസമായ ജൂലൈ 30-ന് കണ്ണൂരിലെ NHAI ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കാനായി നീലേശ്വരം പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ TCV ശ്രീനാഥ് ശശി, ജനറൽ കൺവീനർ D രാജൻ, ട്രഷറർ മുഹമ്മദ് കോട്ടായി, രക്ഷാധികാരി റിട്ടയർഡ് SP P രാജു, വൈസ് ചെയർമാൻ KP ജയരാജൻ, കൺവീനർ പ്രകാശൻ കൊട്ടറ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൈപ്പാട്ടിൽ വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.